ഫസ്റ്റ് തന്നെ ബ്ലൈൻഡ് ബാഗിന് മെയിൻ ബാഗായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീം വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒട്ടുമിക്ക പേരും മറ്റേ സാൻഡ്രിയോയും മൈ മെലഡിയും അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ടേ. ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി ആലോചിച്ചാൽ നമ്മുടെ ഈ ടോം ആൻഡ് ജെറിയിലോട്ട് എത്തിയത്. കാരണം അധികം നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, എല്ലാവരും കാണുന്നതാണ്, ഭയങ്കര ഇഷ്ടമാണ് സംഭവം. അങ്ങനെയാണെങ്കിലും ഇതിൽ ഞാൻ ആദ്യം ചെയ്ത് കണ്ടില്ല. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി വേണമല്ലോ, എന്നാലല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച കേട്ടോ. പിന്നെ ഈ വരച്ചത് കണ്ടിട്ട് ഞാൻ ചെയ്തതാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. സംഭവം നമ്മുടെ പേപ്പർ കോപ്പി ആപ്പാട്ടോ, അത് വെച്ച് ഞാൻ ചെയ്തെടുത്തതാണ്. അല്ലാതെ എനിക്കങ്ങനെ വലുതായിട്ട് വരയ്ക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും നമ്മുടെ ഈ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്യുന്നതല്ല ഒരു ഫോണിലായണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ബാഗിൻ്റെ ഫ്രണ്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ റെയറിറ്റി എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കളർ തന്നെ കൊടുത്തത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ കോമണെന്നും റെയർ അതുപോലെ തന്നെ എപ്പിക് ലെജൻഡറി അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ടൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെട്ടൊന്നുമില്ല, അത് നല്ല വൃത്തിക്ക് ചെയ്താൽ ആ ഒരു ഗ്ലേസിങ് കിട്ടും. എനിക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ അധികം വൃത്തി വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുകളിലത്തെ ഒരു സൈഡ് പോയിട്ട് ബാക്കി രണ്ട് സൈഡ് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തപ്പോൾ നമ്മുടെ മെയിൻ ബാഗ് സെറ്റായിട്ടുണ്ട്. അടുത്തത് സ്ക്വിഷിയ. അപ്പോൾ സ്ക്വിഷിയിൽ ഞാൻ 2 സ്ക്വിഷി ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ടോമിൻ്റെയും അടുത്തത് ജെറിയുടെ കേട്ടോ. അപ്പോൾ ഇതും ഞാൻ പേപ്പർ കോപ്പി ആപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്ത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിന് ഞാൻ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ 2 ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെ സ്ക്വിഷി ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഒരു മെത്തേഡ് എങ്ങനെ എൻ്റെ മൈൻഡിൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ വന്നുള്ളൂ, ഈ പഞ്ഞി വെച്ചുള്ളത്. പക്ഷേ ആ ഒരു രണ്ടാമത്തെ മെത്തേഡ് വന്നതെന്ന് വെച്ചാൽ സംഭവം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പഞ്ഞിയൊക്കെ തീർന്നു. അപ്പോൾ ടോമിന് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു മെത്തേഡ് ഓർമ്മ വന്നത്. നമ്മുടെ ഈ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കവറില്ലേ, അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വെച്ച്. പക്ഷേ നമ്മുടെ പഞ്ഞി വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇതിന് കുറച്ചും കൂടെ നല്ലൊരു സൗണ്ട് ഉള്ളതായിട്ട് തോന്നി കേട്ടോ. ഇതിലെനിക്ക് സൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം എന്താണെന്നറിയില്ല, അങ്ങോട്ട് കറക്റ്റായി കിട്ടില്ല. എനിക്ക് സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം കേട്ടോ, എങ്കിൽ ഞാൻ ഇതിൻ്റെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതൊരു ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതാണ് നമ്മുടെ യൂട്യൂബിൽ ഈ ചാനൽ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് അത് കണ്ടാലും മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ASMR സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും. ഇത് എങ്ങനെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നതിനും സ്ക്വിഷി ഉണ്ടാക്കുന്ന അങ്ങനെ കേട്ടോ. പിന്നെ അടുത്ത് ഈ 2 സ്ക്വിഷിയുടെ അളവിൽ അതിന് കവർ ചെയ്യാനുള്ള കവറും കൂടെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്ന് ടോമിന് കൊടുത്ത കളറും അടുത്ത് ജെറിക്ക് കൊടുത്ത കളറും വെച്ച് തന്നെ ക്വസ്റ്റ്യൻ മാർക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ചെയ്തില്ലേ, അതിൽ ഞാൻ ആ മെയിൻ ബാഗിൽ കൊടുത്ത ടോമിൻ്റെ ആ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്, അതോ ഈ സ്ക്വിഷിക്ക് കൊടുത്ത കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. കാരണം ആദ്യത്തെ ഞാൻ വാട്ടർ കളറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു, കാരണം ആഷ് കളർ നമ്മൾ സ്കെച്ചിലൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ രണ്ടാമത് വന്നപ്പോൾ ഈ വാട്ടർ കളർ ഉണങ്ങാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ എന്ന് മടിച്ചിട്ട് ഞാൻ അല്ലാണ്ട് തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തതാണ്. എന്നുവെച്ചാൽ സ്കെച്ച് വെച്ച്, അതുകൊണ്ട് അത് എത്രത്തോളം ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പറയണം. പിന്നെ ഈ യൂഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ഞാൻ ഇതിപ്പം റെയറാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ആ ഒരു ഓറഞ്ച് കളർ. കാരണം അധികം ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് റെയർ കൊടുത്തതാണ്. അപ്പോൾ ഇതിനെ പാക്ക് ചെയ്തിട്ട് മുകൾ ഭാഗവും നമ്മുടെ പഴയതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് മൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വീഡിയോ അടുത്ത് ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമായേനെ. അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലെന്ന് പറയുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ കൂടുതൽ ആ ഒരു ഉയർച്ചയിലെത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.